समुद्र उत सिन्धुरावो यस्यामन्नं ചടങ്ങുകൾ 4 മണിക്ക് തന്നെ ഔപചാരികമായി ആരംഭിക്കണമെന്നതായിരുന്നു ഞങ്ങളുടെ ഏവരുടെയും ആഗ്രഹം. പക്ഷേ കടുത്ത ചൂടും ആകെക്കൂടെയുള്ള മോശം അന്തരീക്ഷവുമാവാം ഒരു സഹൃദയ കൂട്ടത്തെ പ്രതീക്ഷിച്ചെങ്കിലും അവർ എത്തിച്ചേർന്നില്ല. കഥകളിക്ക് കാത്തിരിക്കുന്നതാവാം എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മൾ ക്ഷണിച്ച അതിഥികളെല്ലാം തന്നെ എത്തിച്ചേർന്നു. ആ അതിഥികളിൽ മുമ്പനായ ശ്രീ സുരേഷ് സാറ് ഞങ്ങളോടൊരു നിർദ്ദേശം വെച്ചതിനെ ഹൃദയപൂർവ്വം ഞങ്ങളും സ്വീകരിക്കുകയാണ്. അനൗപചാരികമായി നമുക്ക് ഈ സമാദരണവും അനുസ്മരണവും ഒക്കെ ഭംഗിയാക്കാം. ദൂരെ ഇരുന്നാൽ നേരറിയില്ല എന്നുള്ളത് കൊണ്ട് അടുത്തിരുന്ന് തന്നെ നേരറിയാം എന്ന് കരുതി ചടങ്ങിലേക്ക് അധ്യക്ഷം വഹിക്കാൻ അധ്യക്ഷതയും സ്വാഗതവും ആശംസയും ഒന്നും വേണ്ടെങ്കിലും ആ കസേരകൾ ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സ്നേഹത്തോടെ ഉണ്ണിയേട്ടനെയും സുരേഷ് സാറിനെയും മുരളി മാഷിനെയും സുരേഷ് ഭട്ടതിരി ആസ്വാദന കളരിയുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളവർ തന്നെയാണ് എല്ലാവരും. ഒരുപക്ഷെ ആദ്യമായി എത്തുന്നത് സുരേഷ് സാർ തന്നെയായിരിക്കുമെന്ന് തോന്നുന്നു. കേവലം ഒരു സ്വാഗതം പറയാനല്ല, ആദ്യമായിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നത്. സുരേഷ് സാറിനെ കാണാൻ ചെന്നപ്പം സാറ് വളരെ കൗതുകത്തോടെ ഞങ്ങളുടെ പരിപാടികളെ കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി. ഞാനും ഡോക്ടറും കൂടിയാണ് കാണാൻ ചെല്ലുന്നത്. നേരത്തെ ഡോക്ടറാണ് അദ്ദേഹത്തെ വിളിച്ചത്. ശരിക്കും കലാമണ്ഡലത്തിൻ്റെ അധികാരിയായി വളരെ നാളിരുന്ന ഒരാളെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മൾ ക്ഷണിക്കാൻ താമസിച്ചു എന്ന ഒരു ചെറിയ കുറ്റബോധത്തോടെ അല്ലേ, അങ്ങനെയല്ലേ സാർ പറയുന്നത്, ആ തെറ്റ് തിരുത്തിക്കൊണ്ട് സുരേഷ് സാറിനെ ഞങ്ങളിൽ ഒരുവരാക്കി സ്വീകരിക്കുകയാണ്. സ്വാഗതം ചെയ്യുകയല്ല, മറിച്ച് നാളെ തൊട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ, ഞങ്ങളിൽ ഒരാളായി ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ സാറിനെ ഞങ്ങളുടെ ആസ്വാദന കളരിയിലേക്ക് ക്ഷണിക്കുന്നു. മുരളി മാഷ് ഞങ്ങൾക്ക് അന്യനല്ല. ഈ ചാലക്കുടിയിൽ നിന്ന് ഇത്രയും ദൂരം പറന്ന് മിക്കവാറും എല്ലാ പരിപാടികൾക്കും ഇവിടെ എത്തിച്ചേരാറുണ്ട്. മാഷിനെ സ്വാഗതം പറയലല്ല, മാഷ് ഒരുപക്ഷെ ഇങ്ങനെ അല്ലായിരുന്നെങ്കിലും ഉറപ്പാണ് നല്ലൊരു കളിയാണ് ഇവിടെ എത്തിയിരുന്നിരിക്കും. മാഷ് അങ്ങനെ തന്നെയാണ്. ആ സമാന മനസ്ഥിതിക്കാരനെ സ്വാഗതമല്ല, ഞങ്ങളിൽ ഒരാളായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു ഈ വേദിയിൽ വെച്ച്. അടിമറ്റത്ത് സുരേഷ് ഭട്ടതിരിപ്പാട് കഥകളി സഹൃദയൻ എന്ന നിലയ്ക്ക് നമ്മളാരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. മലയാളപ്പുഴ മഹാക്ഷേത്രത്തിലെ തന്ത്രിമുഖ്യൻ എന്ന നിലയ്ക്കായിരിക്കും അദ്ദേഹത്തെ നമുക്കൊക്കെ അറിയുക. ഉള്ളിലെ സഹൃദയത്വം എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടാനിടയായതിൽ ഒത്തിരി സന്തോഷം. ഉണ്ണിച്ചേട്ട സ്വാഗതമൊന്നും വേണ്ടെന്ന് പറയാനുള്ളത്. ഉണ്ണിച്ചേട്ടന് എന്താണോ അത് പറഞ്ഞങ്ങോട്ട് തുടങ്ങാം. എല്ലാവരുടെയും പേരെടുത്ത് ഒന്നും പറയേണ്ട കാര്യങ്ങളില്ല. കേട്ടുപഠിച്ച ഒരു ശീലമുണ്ട്, ചെങ്ങന്നൂർ പെരുമ. ആ ചെങ്ങന്നൂർ പെരുമയിൽ ഈ കഥകൾക്ക് ഭയങ്കര സ്വാധീനം ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. അത് തിരുചെങ്ങന്നൂരിൻ്റെ മുൻപും പിന്നുമുള്ള കാലഘട്ടം
ഗുരുജനത്തിന് ശേഷമുള്ള കാലഘട്ടത്തെ പറ്റി ഇന്ന് ജീവിച്ചിരിക്കുന്ന കുറേ ആൾക്കാർക്കെങ്കിലും അറിയാൻ സാധിക്കുമായിരിക്കും. ഒരു 65 വയസ്സുള്ള ആൾക്കാർക്ക് ഗുരുജനൂരും അതിനുശേഷമുള്ള ചെങ്ങന്നൂരിൻ്റെ കഥകളി കാര്യങ്ങളെ പറ്റി. പക്ഷെ അതിന് മുമ്പ് ചെങ്ങന്നൂരിന് കഥകളി എന്തായിരുന്നു കാര്യം എന്നുള്ള ചോദ്യം ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഇതിനുമായിട്ടൊന്ന് തിരക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഒരു പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ വേദികളിൽ ആയിക്കൊണ്ടിരിക്കുന്ന വിജയനൃത്തം എന്ന ആ മഹത്തായ കഥകളി കഥയിൽ എഴുതിയത് ചെങ്ങന്നൂരിലെ ഒരു നമ്പൂതിരി എന്നുള്ളത് ഒത്തിരി ഉത്സാഹത്തോടെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു പക്ഷേ ഇത് നമ്മൾ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഇതിനും ആലുവപ്പുഴയ്ക്കപ്പുറത്ത് കടന്നു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നിരിക്കും. എന്നാൽ ഇപ്പോൾ അത് എല്ലാവരും ഒന്ന് കേട്ടിട്ടുണ്ട്. എഴുതിയത് മുരിങ്ങൂർ ശങ്കരൻകുറ്റി എന്ന മഹത് വ്യക്തിത്വമാണ്. അപ്പം അതിൽ തുടങ്ങിയാണ് കഥകളി ആസ്വാദന കളരി അതിൻ്റെ പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോയത്. ഞങ്ങൾക്ക് സഹകരിച്ച എല്ലാ നല്ല ആൾക്കാരുടെയും ആ സഹായ സഹകരണങ്ങളുണ്ട്. ഞങ്ങൾ സ്വപ്നം കാണാൻ പഠിച്ച കാര്യങ്ങളിലേക്ക് നടന്നു ചെല്ലാൻ പാകത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതിപ്പോൾ. അത് ഞങ്ങൾ വലിയ സന്തോഷമുണ്ട്. ആക്ച്വലി സ്വാഗത പ്രസംഗത്തിൽ ശ്രീ ഹരിശർമ്മ പറഞ്ഞിരുന്നതിന് ഇതിൻ്റെ വരും ദിനങ്ങളിലെ പരിപാടികളെ പറ്റി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് നവതീതം സമ്പൂർണ്ണ ആട്ടക്കഥ 1 എപ്പിസോഡായിട്ട് ഇവിടെ അവതരിപ്പിക്കാനുള്ള തീരുമാനമാണ്. എല്ലാ മാസവും അതിൻ്റെ തുടർക്കഥകൾ നടത്തി 11 ഭാഗങ്ങളിലായിട്ട് സമ്പൂർണ്ണമായി നവതീതം അവതരിപ്പിക്കപ്പെടുക എന്നുള്ള ഞങ്ങളുടെ ഒരു ഉദ്യമം നടക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. മറ്റ് കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഈ മുഖ്യ പ്രഭാഷണം നടത്താനെത്തിയിരിക്കുന്ന സുരേഷ് സാറ് ആദരവേറ്റ് ഞങ്ങളുടെ ഇവിടെ എത്തിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ചാലക്കുടി മുരളി മാഷ്, ബഹുമാനപ്പെട്ട തന്ത്രി ശ്രീ അടിമുറ്റം സുരേഷ് നമ്പൂതിരി അവരുകൾ, മറ്റെല്ലാവരുടെയും സന്തോഷമുള്ള ഒരു സംവാദത്തിലേക്ക് ഞാൻ ഈ മൈക്ക് വീണ്ടും ഹരിശർമ്മ ഏൽപ്പിക്കുകയാണ്. മുരിങ്ങൂര് ചെങ്ങന്നൂർക്കാരനാണെന്ന് ബ്രാൻഡ് ചെയ്യപ്പെടേണ്ടി വരുന്നൊരവസ്ഥ ചെങ്ങന്നൂരുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞൊരു വാചകം, ഇത് ആലുവപ്പുഴയ്ക്ക് അപ്പുറത്ത്, അത് അത്തരം ഒരു സങ്കുചിത പ്രാദേശികത്വം അല്ല. പക്ഷേ ഈ മുരിങ്ങൂർ പാലക്കാട് എവിടെയാണെന്ന് ഇപ്പം മാഷ് തന്നെ ഇപ്പം സംസാരിച്ചപ്പോൾ മാഷിൻ്റെ സ്വദേശമായ മുരിങ്ങൂരാണോ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയിൽ ഇതാ സാർ ആ തെറ്റിദ്ധാരണയിൽ അങ്ങ് തുടങ്ങിക്കോളൂ സാർ. എല്ലാ മാസവും ഒരു അനുസ്മരണ പ്രഭാഷണമാണ്. അപ്പോൾ അനുസ്മരണ പ്രഭാഷണത്തിന് ഏത് വിഷയമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് അവിടെ ഒരു കമ്മിറ്റി. അന്ന് ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ നമ്മുടെ സാക്ഷാൽ പത്മഭൂഷൺ മടവൂരാശാൻ. ആശാന് ദുശാഠ്യങ്ങളൊന്നുമില്ല, അദ്ദേഹത്തെ അറിയാമല്ലോ. ആശാന് ദുശാഠ്യങ്ങളൊന്നുമില്ല. ആശാൻ്റെ കാര്യം പറയും, എതിർപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആശാൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറയുന്ന വളരെ ആ കാണുന്നത് പോലെ തന്നെ അത്ര വെണ്ണയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ഞാൻ കലാമണ്ഡലത്തിൽ പോയതിന് ശേഷം എനിക്ക് രണ്ട് കലാകാരന്മാരുടെ ആദരവ് തോന്നിയിട്ടുണ്ട്, ബഹുമാനം തോന്നി. ബഹുമാനം പലരോടും ആദരവ് തോന്നിയ രണ്ട് കലാമണ്ഡലവുമായി ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് അദ്ദേഹം അവിടെ സിൻഡിക്കേറ്റിലുണ്ടായിരുന്നു. 2 ചേർപ്പുളശ്ശേരി ശിവൻ മംഗളം. ഈ 2 പേരെയാണ് എനിക്ക് ആദരവ് തോന്നുന്നത്. മറ്റുള്ളവർ തീർച്ചയായിട്ടും. അപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ കമ്മിറ്റി കൂടിക്കൊണ്ടിരുന്നപ്പോൾ മുരിങ്ങൂരിനെ കുറിച്ചൊരു അനുസ്മരണം വേണം എന്ന് മടവൂരാശാൻ. പക്ഷേ എനിക്ക് മുരിങ്ങൂര് എവിടെയാണെന്നോ എന്താണെന്നൊന്നും അറിയില്ല. അതിനോടൊരു വലിയ ബലം കിട്ടിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും തെക്കും വടക്കും തമ്മിലൊരു വിഷയമുണ്ടല്ലോ, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല.
ദേശീയോദ്ഗ്രഥനത്തിന് വേണ്ടി നിലകൊണ്ടിരുന്ന മഹാകവി വള്ളത്തോൾ സ്ഥാപിച്ച കലാമണ്ഡലത്തിൽ തന്നെ അത്തരത്തിലൊരു വേർതിരിവ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പാഞ്ഞാൾ ഒരു പരിപാടിക്ക് അവിടെ അതിരാത്രം നടന്നതിൻ്റെ ഭാഗമായി പിന്നീട് അവർ വിളിച്ചു ചേർത്ത ഒരു പരിപാടിക്ക് എന്നെ കൂടെ ക്ഷണിച്ചു. ഞാൻ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ ഈ ജ്ഞാനശാസ്ത്രത്തിലൊക്കെ വലിയ വൈദഗ്ധ്യമുള്ളൊരു തിരുമേനിയാണ്. പേര് ഞാൻ മറന്നുപോയി, പേര് പറഞ്ഞാൽ നമ്മളൊക്കെ അറിയും. മാതംഗ ലീലയിലൊക്കെ അദ്ദേഹത്തിന് വലിയ അവഗാഹ പാണ്ഡിത്യമാണ്. അപ്പോൾ ഞാൻ ചെന്നു അവിടെ ഇരുന്നപ്പം അദ്ദേഹം വന്നു പരിപാടിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, എവിടെയാണ് വീട്? ഞാൻ പറഞ്ഞു പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള. ഓ, തെക്കനാണല്ലേ. ഒരു അകൽച്ച കൂടിയല്ല അല്ല, ജ്ഞാനശാസ്ത്രത്തിലെ വളരെ വിരുദ്ധമാണ്. ഏതായാലും കൊള്ളാം, അദ്ദേഹം പോയി. എനിക്കതൊരല്പം ഹേർട്ടിങ് ആയിരുന്നു സത്യസന്ധമായി. ഞാൻ എൻ്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ ഞാൻ ഈ സംഭവം ഉച്ചരിച്ചു. ഇങ്ങനെ തെക്കും വടക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇത്തരത്തിലൊരു വേർതിരിവുണ്ട്. പക്ഷെ ഒരു കാര്യം തിരുമേനി ഒന്നും ഇങ്ങനെ ഇരിക്കുക, ഞങ്ങളുടെ തിരുമേനി ഒരു കാര്യമൊന്നും മനസ്സിലാക്കും. അവസാനം തെക്കോട്ടാണ് നമ്മളെല്ലാവരും. ആ ഒരു ബഹുമാനമെങ്കിലും തെക്കിനൊന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇതുപോലെ എല്ലാവരും തിരിച്ച് കൈയടിച്ചു. അങ്ങനെ ഞാൻ അവിടെ എൻ്റെ ഒരു വാശി തീർന്നു. അപ്പം ഞാനും വിചാരിച്ചു, ഇത് ഇവരെ എതിർക്കുന്നത് ഒരു പക്ഷേ തെക്കെങ്ങാനുമുള്ള, എൻ്റെ വിചാരം എറണാകുളത്തിനപ്പുറത്തൊരു മുരിങ്ങൂരുണ്ട്, ഉണ്ട്. ചാലക്കുടി മുരിങ്ങൂര് അതായിരിക്കും എന്ന് വിചാരിച്ച് ഞാനതിനെ അങ്ങ് വിട്ടു. ആശാൻ അത്ര ബലം കൊടുത്തുമില്ല. വേറെ ആളുകളുടെ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടക്കുകയും ചെയ്തു. എന്നെ കാണാനായിട്ട് ഡോക്ടറും സാറും കൂടെ വരുമ്പോഴാണ് മുരിങ്ങൂര് തിരുമേനിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ വീട്ടിൽ നിന്ന് 6 കിലോമീറ്ററേ ഉള്ളൂ, കീച്ചേരിമേലാണ്. അദ്ദേഹത്തെ അറിയാതെ പോകും. അത് അങ്ങനെ ചില ദുരിതങ്ങളുണ്ട്. കാരണം ഈ ശ്രീരാഗത്തിലുള്ള അജിരാഹരെ അറിയാത്തവരായി കലാസ്വാദകരോ അല്ലെങ്കിൽ സഹൃദയരോ ആരുമില്ല, എല്ലാവർക്കും. പക്ഷെ അത് മുരിയൂർ ശങ്കരൻകുട്ടിയുടെ ആണെന്ന് എത്ര പേർക്കറിയാം. അഖിലാണ്ട മണ്ഡലം പാടാത്തവരായി നമ്മുടെ തലമുറയിൽപ്പെട്ട ആരുമില്ല. പക്ഷെ അത് പന്തളം KP എഴുതിയതെന്ന് എത്ര പേർക്കറിയാം. അങ്ങനെ ചില ദുരിതങ്ങളുണ്ട്. അത്തരത്തിലൊരു ദുരിതത്തിൽ പെട്ടുപോയതാണ് ഇതും എന്ന് വിചാരിക്കും. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ മകനിവിടെ കല്ലിശ്ശേരിയിൽ മറ്റേ നാരായണ ഭട്ടതിരിപ്പാടാണല്ലോ വ്യാഖ്യാനം എഴുതിയത്. അല്ല, അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ ഒരു പുസ്തകശാല നടത്തുന്നുണ്ടല്ലോ കല്ലിശ്ശേരി, രാജേഷ് ഞാനും തമ്മിൽ വളരെ അടുപ്പമുണ്ടായി. അപ്പോൾ ഈ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ഒരു പുസ്തകം കാട്ടൂര് പോയി നാരായണ ഭട്ടതിരിപ്പാട് എഴുതി വ്യാഖ്യാനം കാട്ടൂർ ഒരാളിൻ്റെ കയ്യിലുണ്ട് എന്ന് ഡോക്ടറൊക്കെ വന്നതിന് ശേഷം അന്വേഷിച്ചറിഞ്ഞ് ഒരു കഥകളി പ്രേമിയാണ്. ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു വായിക്കാൻ തരാൻ കൊണ്ടുപോകാൻ തരത്തില്ല. പക്ഷെ അവിടെ ഇരുന്ന് അദ്ദേഹവുമായി ഇദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കഥകളിക്കൊരു പുതിയ മാനം ഉണ്ടാക്കി കൊടുത്തു മുരിങ്ങൂർ ശങ്കരൻ. കാരണം കഥകളി കാണാനാണല്ലോ പോകുക, കഥകളി കേൾക്കാനൂടെ പോകാം എന്ന രീതിയിൽ കഥകളിയെ ഭക്തിരസപ്രധാനമായ കഥയിൽ ഒരുപക്ഷെ എമ്പ്രാന്തിരിയാശാൻ ആയത് ഈ കഥയിലൂടെ ആവാമായിരുന്നു അല്ലേ? അദ്ദേഹം ഈ കഥയിലൂടെയാണ് ഏറെക്കുറെ പ്രസിദ്ധനായത്. അപ്പോൾ ഇത്ര ഭക്തിരസപ്രധാനമായ ഒരു കഥ, 40ഓളം കഥകളാണ് കേരളത്തിൽ സാധാരണ നമ്മൾ ആടി കാണാറുള്ളത്. അതിൽ അങ്ങനെ ആടുന്ന ക്ഷേത്രങ്ങളിൽ കുചേലവൃത്തം ആടാത്ത ഒരു ക്ഷേത്രവും അവിടെ ശ്രദ്ധിക്കുന്നൊരു കാര്യം, അങ്ങേയറ്റം ഭക്തിരസപ്രധാനമായ ഒരു കഥകളിക്ക് യുദ്ധവും വധവും ഒക്കെയായിട്ട് രംഗപ്പൊരുമയില്ലെങ്കിൽ അതിനൊരു ആകർഷകത്വം കുറയുമെന്ന വിശ്വാസമുള്ളൊരു കാലത്ത് ഈ ഭക്തിയിലൂടെ മാത്രം അതിനെ കഥകളിയെ ജനകീയമാക്കി എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥയ്ക്ക് സാധിച്ചു എന്നൊരു വലിയ അനുഗ്രഹമാണ്. അത് കുചേലവൃത്തം മഞ്ചിപ്പാട്ട് മലയാളത്തിലാണ്, ഇത് മണിപ്രവാള ശൈലിയിലാണ്. ഏറെക്കുറെ രണ്ടും ഭക്തിരസപ്രധാനമാണ്. ഒന്ന് ദൃശ്യകാവ്യവും മറ്റൊന്ന് ശ്രവ്യകാവ്യവുമായിട്ട് മാറി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഭാഗ്യം, അദ്ദേഹം അത് എഴുതിയ കാലത്ത് ജീവിച്ചിരുന്നിട്ടില്ലാത്ത 4-5 കലാകാരന്മാരുടെ ഒരു
കൂട്ടായ്മ, അതായത് നെല്ലിയോടിൻ്റെ കുട്ടികൾ ഗോപിയാശാന്റെയോ സബലും കൃഷ്ണകുട്ടിയുടെയോ കൃഷ്ണൻ, കോട്ടക്കൽ ശിവരാമൻ്റെ രുക്മിണി, ഇത് മാലക്കരയിൽ ആടിയിട്ടുണ്ട്, മാലക്കര ആടിയിട്ടുണ്ട്. ഹരിദാസാശാനും നമ്മുടെ അതെ എക്രാന്തി. ഇത് അത്ഭുതകരമായ ഒരു അല്ലേ, ഇത് അദ്ദേഹം എഴുതിയപ്പോൾ ഇവരാരും ഇല്ലല്ലോ. പക്ഷെ എന്നാലും അത് കാണുക എന്നതൊരു ആസ്വാദനമല്ലായിരുന്നു, അത് ഒരു അനുഭവമായ ഒരു വിഷയം തന്നെയായിരുന്നു. അത് നേരത്തെ പറഞ്ഞ പോലെ രംഗപ്രേമിയൊന്നും ഇല്ലെങ്കിലും വളരെ ശാന്തമായി ഇരുന്ന് വളരെ ശ്രദ്ധയോടെ അത് ഉൾക്കൊണ്ട് കേട്ട് പോകുവാനുള്ള ഒരു അതായിരുന്നു ഈ കഥകളിയെ കൂടുതൽ ജനകീയമാക്കുന്നതിൽ ഈ ആട്ടക്കഥ വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കഥകളെ വിസ്മരിച്ചിട്ടുണ്ട്. വേണ്ട തരത്തിൽ അത് നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല. അദ്ദേഹം 62-ാമത്തെ വയസ്സിൽ, എനിക്ക് 1905-ലാണ്, 62-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നു. മറ്റു കുട്ടികളോ അടുത്ത തലമുറയോ ഒന്നും അടുക്കണം. ആൾക്കാരോ സംവിധാനങ്ങളോ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. പക്ഷെ അതിലൊരു പ്രായച്ചിത്തമാണ്. ഞാനും ഇവിടെ ഇരിക്കുന്നത് അന്നത്തെ ഇന്ന് എന്ന് പറയുന്നത് ചാലക്കുടി ജില്ലയിലാണ് എന്ന് വിചാരിച്ച് ഞാൻ ഇല്ലാതിരുന്നത്. ഇന്ന് അദ്ദേഹമാണെന്ന് സാറും ഡോക്ടർ കൂടെ ഒന്ന് പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. വളരെ വളരെ നല്ല കാര്യം. കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ ഒരു ചോദ്യമാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ അവരെ പ്രയോജനപ്പെടുത്തി കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കലാസ്വാദന പരിശീലനം നടത്തണം എന്നൊരു പ്രപ്പോസൽ സംസ്ഥാന സർക്കാരിന്. സർക്കാർ സാംസ്കാരിക വകുപ്പിനാണ് ഞാൻ കൊടുത്തത്. അത് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറി. വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞു അതിൻ്റെ ആവശ്യം, കാരണം യുവജനോത്സവം നടക്കുന്നു. അപ്പോൾ യുവജനോത്സവം നടക്കുമ്പോൾ പിന്നെ ഇങ്ങനൊരു ആവശ്യമില്ലാത്തൊരു പരിപാടിയുടെ കാര്യമില്ല എന്ന് പറഞ്ഞ് അന്നത്തെ മന്ത്രി അങ്ങനെ തന്നെ പറഞ്ഞ ഫയൽ മാറ്റി. ഞാൻ ഈ പറഞ്ഞു വരുന്നത് യുവജനോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത. തൃശ്ശൂരിൽ യുവജനോത്സവം നടക്കുമ്പോൾ അന്നത്തെ DPI ആയിരുന്ന ഷാജഹാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, സുരേഷ് ഒരു ദിവസം ഒന്ന് പറയാം. അപ്പം അങ്ങനെ ഞാൻ തൃശ്ശൂർ യുവജനോത്സവം നടക്കുമ്പോൾ അവിടെ ചെന്നു. അപ്പോൾ അത് തിരുവാതിരയ്ക്ക് A ഗ്രേഡ് കിട്ടിയ കുട്ടികൾ നിരത്തി നിർത്തി ഒരു പ്രമുഖ ചാനൽ അവരുടെ ഇൻ്റർവ്യൂ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ ചാനലിൻ്റെ അവതാരകൻ പറഞ്ഞു, സാർ എന്നാൽ ഇവരോടൊന്ന് സംസാരിച്ചു, അത് എടുക്കാം. എനിക്ക് ഈ തിരുവാതിര A ഗ്രേഡ് കിട്ടിയവരോട് സാങ്കേതികമായി സംസാരിക്കാനുള്ള വിവരമില്ല. പക്ഷെ എന്നാൽ ഞാൻ ആ ലീഡർ കുട്ടിയോട് ചോദിച്ചു, ശിരസിലിരിക്കുന്നത് എന്താണ്? ദശപുഷ്പങ്ങളാണല്ലോ ശിരസിൽ. ആ കുട്ടി ഒന്ന് പകച്ചതിന് ശേഷം എനിക്ക് തന്ന മറുപടി, ടീച്ചർ കൊണ്ടെത്തുന്ന ഡാൻസ് ടീച്ചർ കൊണ്ടെത്തുന്നവർക്ക് ഫോറസ്റ്റ് ഐറ്റംസാണ്. ഡാൻസ് ടീച്ചർ കൊണ്ടെത്തുന്നവർക്ക് ഫോറസ്റ്റ് ഐറ്റംസാണ്. ഇതിന് 30 മാർക്ക് കൊടുക്കും. ഇതിന് 30 മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കും. അവിടെയാണ് ഇതുപോലുള്ള കഥകളി ആസ്വാദന കലകളുടെ പ്രസക്തി. പക്ഷെ അന്ന് അത് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പിന്നെ വന്ന സർക്കാർ 1000 കലാകാരന്മാർ, കഥകളി തന്നെയല്ല മറ്റു വിഷയങ്ങൾ 1000 കലാകാരന്മാരെ തിരഞ്ഞെടുത്ത് 10,000 രൂപ സ്റ്റൈപ്പൻഡ് കൊടുത്ത് സ്കൂളുകളിൽ കലാസ്വാദന പരിശീലനം 3 വർഷം നടപ്പാക്കി. അത്രമാത്രം അത് പ്രയോജനപ്പെട്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും നമുക്കറിയാം. എന്നാലും അങ്ങനെ ഒരു ശ്രമം നടന്നു. മുള്ളിമാഷെ ഇവിടെ ആദരിക്കാൻ തീരുമാനിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഞാൻ ഇതിൻ്റെ സംഘാടക സമിതിയെ അഭിനന്ദിക്കണം. കാരണം ആസ്വാദകരില്ലെങ്കിൽ, സംഘാടകരില്ലെങ്കിൽ ഈ കളിക്കൊന്നും യാതൊരു പ്രോത്സാഹനവും ഉണ്ടാകും. സർക്കാർ സംവിധാനത്തിൽ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കാം. ഞാൻ കലാമണ്ഡലത്തിൽ ജോലി ചെയ്യുമ്പോൾ ഈ ഏതാണ്ട് ഈ സ്വഭാവത്തിനുള്ളൊരു അവാർഡ് കലാമണ്ഡലത്തിൽ ഏർപ്പാടാക്കി. അതിന് കാരണമായത്, ഞാൻ കലാമണ്ഡലത്തിൽ ജോലി ചെയ്യുമ്പോൾ ഇടപ്പള്ളിയിൽ നിന്നും ഒരു SK നായർ നാം തോന്നുന്നത് അദ്ദേഹം എന്നെ വിളിക്കുന്നു. അദ്ദേഹത്തിന് അന്നൊരു 84 വയസ്സുണ്ട്. സുരേഷാണോ?
ഞാൻ പറയാതെ നിങ്ങളുടെ വീട് ഇവിടെയാണ്, ഞാൻ പറയുന്നത് ആറന്മുളയാണ്. നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കയറണം. ഏതാണ്ടൊരു ആജ്ഞാപിക്കുന്ന ശബ്ദമാണ്. നമ്മളാണേൽ അന്ന് ഈ അഹങ്കാരം ഇങ്ങനെ തലയ്ക്ക് പിടിച്ച് വിശ്വാസമൊക്കെയല്ലേ, വലിയ ഉള്ളിയല്ല, അങ്ങനെ നടക്കുന്ന കാലവും. അപ്പം ഞാനിതാരാണ് എന്ന് അന്വേഷിച്ചു. ഞാൻ തിരിച്ചു പോയപ്പോൾ നമ്മുടെ എടപ്പള്ളിയിലെ കേരള കൾച്ചറൽ മ്യൂസിയം സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ എക്സ്പോർട്ടറായിരുന്ന മാധവൻ നായർ സാറിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തെ കാണിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ FSCTയിൽ AE ആയി ജോയിൻ ചെയ്യുമ്പോൾ MKK നായർ സാറ് കലാമണ്ഡലത്തിൻ്റെ ചെയർമാൻ. അദ്ദേഹം എപ്പോൾ കലാമണ്ഡലത്തിൽ എന്നെ കൂടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് അവിടെ പോയി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാം. അങ്ങനെ ഞാനൊരു മാസ്റ്റർ പ്ലാനൊക്കെ അവിടെ തയ്യാറാക്കി. പക്ഷെ അതിന് മുമ്പ് തന്നെ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയർമാൻഷിപ്പ് തീർന്നു പോവുകയും ചെയ്തു. പിന്നെ ഒന്നും അവിടെ നടപ്പായി. എനിക്കൊരു റിക്വസ്റ്റുണ്ട്. അത് അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം കലാമണ്ഡലത്തിൽ ഉണ്ടാകും. അത് മുമ്പേ പറഞ്ഞ തെക്ക് വടക്ക് വിഷയത്തിലാണ് ഇതുവരെ അത് ഉണ്ടാകാറ്. പക്ഷെ ഞാനെടുത്ത സിൻഡിക്കേറ്റിൽ ഈ വിഷയം വയ്ക്കുകയും കലാരംഗത്ത് പ്രോത്സാഹനം നൽകുന്ന സംഘാടകരെയോ അതുപോലുള്ളവരെ ആദരിക്കുന്നതിന് MKK നായർ പുരസ്കാരം അവർ ഏർപ്പെടുത്തി. ആദ്യത്തെ പുരസ്കാരം നൽകിയ ചാലക്കുടിക്കാരനാണ് ISRO ചെയർമാനായിരുന്ന രാധാകൃഷ്ണൻ സാർ. അദ്ദേഹം ഒരു കഥകളി നടനം എനിക്കാണ് അദ്ദേഹം ഒരു കഥകളി നടനും സംഗീതജ്ഞനുമൊക്കെയാണ്. ആദ്യത്തെ അദ്ദേഹമാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ സംഘാടകരെയും സഹൃദയരും കലാകാരനും തമ്മിൽ ഒറ്റ വ്യത്യാസമല്ലേ, ശബ്ദാത്മക വൈഭവത്തിൻ്റെ ഒരു വ്യത്യാസം മാത്രമല്ലേ, ബാക്കിയെല്ലാം ഒരുപോലെയല്ല. അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കാണിച്ച മനസ്സ്, ആ ഒരു ജസ്റ്ററിന് ഞാൻ വളരെയധികം ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. മറ്റൊന്ന്, ഇന്ന് കലാകാരന്മാരൊക്കെ ആരും എന്നോട് വിരോധിക്കരുത്, കൺസൾട്ടന്മാരായി മാറുക. അവരെ പെർഫോം ചെയ്യുന്ന സമയത്ത് മാത്രം അവർക്ക് അതുമായി തോന്നും. അത് കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് ആ കലയുമായോ ആ സംസ്കാരവുമായോ അവർക്ക് ഒരു ബന്ധമില്ല. ആ നിലയിൽ ഒരു വലിയ നമ്മുടെ സമൂഹത്തിൽ കാണുക. ഞാൻ വേറൊരു വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് കാരേക്കുടി, ശിവഗംഗ ഡിസ്ട്രിക്റ്റിനടുത്ത് കാരേക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ചെട്ടിനാട് ഞാൻ എനിക്ക് താമസിക്കാം. ഞാൻ കുറച്ച് ദിവസം അവിടെ താമസിക്കുന്നു. ഒരു ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ ഒരു 8 മണിക്ക് ഒരു 10-12 നൃത്ത വിദ്യാർത്ഥിനികൾ നൃത്ത വേഷം ഞാൻ താമസിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്താണ് 10-12 നൃത്ത വിദ്യാർത്ഥിനികൾ അതേ വേഷത്തിലാണ്. ഓരോ ഞങ്ങളുടെ അരങ്ങേറ്റമാണ്, അതിന് ഭിക്ഷയായിരിക്കാൻ വന്നു. എനിക്കത് വലിയൊരു ഇൻസൾട്ടായിരുന്നു. കലാകാരികളെ നൃത്തവേഷത്തിൽ ഭിക്ഷാടനത്തിന് വിടുന്നു. അവരുടെ സ്കൂളിൻ്റെ ഒരു വിശദാംശം, നൃത്തവിദ്യാലയത്തിൻ്റെ വിശദാംശമൊക്കെ ഞാൻ ശേഖരിച്ചു. വൈകിട്ട് നേരെ ഞാൻ നൃത്തവിദ്യാലയത്തിൽ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ലക്ഷ്മി ഗോപാലസ്വാമിയെ പോലെ സുന്ദരിയായ ഒരു സ്ത്രീയാണ് ആ സ്കൂൾ നടത്തിപ്പുകാരി, നർത്തകിയാണ്. അവർ വലിയ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്കൂളാണ്. ഇവരെന്തിനാണ് ഇതിന് ഭിക്ഷാടനം കൊടുത്തത്? ഞാൻ ചെന്ന് ഇവരെ കണ്ടു. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയതിന് ശേഷം ഞാൻ രാവിലെ ഇന്നിങ്ങനെ ഒരു കലാനിന്ദ കണ്ടു. അതിൻ്റെ പ്രതിഷേധം അറിയിക്കുന്നതാണ്. അവർ വളരെ സൗമ്യതയോടുകൂടി എന്നോട് പറഞ്ഞു, അകത്ത് വന്നിരിക്കാൻ. അത് പറഞ്ഞാൽ അങ്ങ് തെറ്റിദ്ധരിച്ചതാണ്. ഒരു കലാകാരനോ കലാകാരിയോ പെർഫോം ചെയ്യുന്ന നിമിഷം മുതൽ ഇനി എന്ന് വരെ പെർഫോം ചെയ്യാമോ അതുവരെ അവർക്ക് ആരാധകരുണ്ട്. അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അവരെ ആരാധിച്ചുകൊണ്ട്. അപ്പോഴെപ്പോഴെങ്കിലും ഒരു നിമിഷം ഈഗോ അവരുടെ ഉള്ളിൽ ഉടലെടുത്താൽ അവരാർജിച്ച ആ കലയുടെ വൈഭവത്തിന് മുകളിൽ അത് പായൽ പോലെ വന്ന് പറയുകയും അവർ കലാകാരനോ കലാകാരിയോ അല്ലാതായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് 7 ദിവസം അന്യരുടെ മുമ്പിൽ കൈ നീട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ഈഗോയാണ്? തിരുമേനി എത്രയോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ തന്ത്രിയാണ്. നമ്മളിതിന് പളനിക്ക് പോകുമ്പോൾ ഭിക്ഷ കണ്ടുന്നു. ഞാൻ ഭിക്ഷ കണ്ടിട്ടുള്ള ആളാണ്. 101 ഭിക്ഷ കണ്ടു. വീട്ടിൽ കാശില്ലായിരുന്നു. അല്ല, പളനി
പളനിയിൽ ചെല്ലുമ്പോൾ പളനി മുരുകനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈഗോ ഇല്ലെങ്കിൽ മാത്രമേ മുരുകൻ്റെ ചൈതന്യം നമ്മളിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഭിക്ഷ നൂറ്റൊന്ന് വീട് ഭിക്ഷ തണ്ടി പോകുന്നത്. അതുപോലെ കലാകാരന്മാരും കലാകാരികളും ഭിക്ഷ തണ്ടി വേണം അരങ്ങേറ്റം നടത്താനെന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അത്ഭുതപ്പെട്ടു. ഞാൻ കലാമണ്ഡലത്തിൽ ചെന്നതിന് ശേഷം പല കലാകാരന്മാരെയും കലാകാരികളെയും കാണുമ്പോൾ 7 ദിവസമല്ല 7 മാസം ഈ പരിപാടിക്ക് വിട്ടാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രമാത്രം അതവരെ ബാധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല, അതവരെ ബാധിച്ചു. പിന്നെയുള്ളൊരു വിഷയം ഇപ്പം ഗവേഷണം. ഞാൻ കലാമണ്ഡലത്തിലുള്ളപ്പോൾ തന്നെ 14 PhD അവാർഡ് ചെയ്ത് കഴിഞ്ഞു. സത്യസന്ധമായി പറയട്ടെ, ഇതൊക്കെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എനിക്കൊന്ന് മനസ്സിലാക്കി. ഇന്നത്തെ ഗവേഷണ സംവിധാനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. ഞാനതിലൊരു ഉദാഹരണം മാത്രം പറയാം. കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ ഒരു പ്രമുഖ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഒരു വിദ്യാർത്ഥി ഒരു 10 വർഷം മുമ്പ് എന്നെ കാണാനായിരുന്നു. ഞാൻ ചെന്താണ് വന്നത്. അപ്പം അദ്ദേഹത്തിന് കൊടുമൺ ശക്തിപഥത്തെ കുറിച്ച്, ശക്തിപഥത്തിൻ്റെ ആശ്ചര്യ ചൂടാമണി, 8ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നാട്ടുരാജാവായ കൊടുമൺ ശക്തിപഥത്തിൻ്റെ ആശ്ചര്യ ചൂടാമണിയെക്കുറിച്ച് ഗവേഷണം നടത്താനാണ് താല്പര്യം. അതിന് വന്നതാണ്. അപ്പോൾ അതിന് കൊടുമണ്ണിലൊരു ട്രസ്റ്റുണ്ട്. കൊടുമൺ ഗോപിനാഥൻ നായർ സാറായിരുന്നു അതിൻ്റെ ട്രസ്റ്റ് ചെയർമാൻ. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയും എന്തെങ്കിലും രേഖകളോ വിശദാംശങ്ങളോ ഉണ്ടെങ്കിൽ അത് നൽകുകയും വേണം. ഇതിനാണ് എന്നെ സമീപിച്ചത്. ഞാനും ഗോപി സാറും തമ്മിൽ വളരെ അടുപ്പമാണെന്ന് ആരോ പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ അടുത്തത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് 8ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശക്തിപഥൻ ആശ്ചര്യ ചൂടാമണി എന്ന സംസ്കൃത കാവ്യം എഴുതി അദ്ദേഹം ശങ്കരാചാര്യ സ്വാമികളെ കാണാൻ നടന്നു. ചെങ്ങന്നൂരിൽ വെച്ചാണ് ശങ്കരാചാര്യ സ്വാമികളെ കാണാൻ. അതെ, കാവ്യം വായിച്ചു. വായനാ മധ്യേ ശങ്കരാചാര്യ സ്വാമികൾ ധ്യാന നിമഗ്നനായി. കാവ്യം വായിച്ചതിന് ശേഷം ശക്തിപഥനിൽ വായിച്ചു, വിചാരിച്ചു കാവ്യം മോശമാണ്, അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ ധ്യാനത്തിലായത്. അദ്ദേഹം അത് അഗ്നിക്കിരയാക്കി. പക്ഷെ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു കാവ്യം ശ്രേഷ്ഠമായിരിക്കും. പക്ഷെ ശക്തിപഥൻ പറഞ്ഞു ഞാനത് അഗ്നിക്കിരയാക്കി. സ്വാമികൾ ധ്യാനത്തിലായിരുന്നു. ഇല്ല, ഞാൻ ഏകാഗ്രമായി അത് ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് വിഷമമായി. അദ്ദേഹം പറഞ്ഞു വിഷമിക്കേണ്ട, എനിക്ക് ഹൃദിസ്ഥമായി, ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ എഴുതിയെടുത്തു. അങ്ങനെ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു കൊടുത്ത് എഴുതിയെടുത്തതാണ് സംസ്കൃത സർവകലാശാലയിലും കലാമണ്ഡലത്തിലും ടെക്സ്റ്റ് ബുക്കായി എടുത്തിരിക്കുന്ന ആശ്ചര്യചൂട 8ാം നൂറ്റാണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്താനാണ് പയ്യൻ വന്നത്. ഒന്നാമത് പയ്യൻ്റെ വേഷവിധാനം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്നിപ്പോൾ എങ്ങനെ വേണമെങ്കിലും വേഷവിധാനം നടത്താം. അത് പറഞ്ഞപ്പോഴാണ് മാർഗിയിൽ അപ്പക്കുട്ടൻ നായർ സാർ ഉണ്ടായിരുന്നപ്പോൾ അവിടെ മോട്ടോർ അനുവദിച്ചിട്ട് വെള്ളമടിക്കാൻ ജീൻസ് ആരെങ്കിലും അതിൻ്റെ അകത്ത് കയറിയാൽ അദ്ദേഹം ക്ഷോഭിച്ചോടിക്കുമായിരുന്നു. അതൊക്കെ ഒരു എക്സ്ട്രീം ലെവലാണ്. അത്രയൊന്നും പോകണം. എന്നാലും ഇതിനോടൊക്കെ ഒരു ആഭിമുഖ്യം പുലർത്തുന്നതിൻ്റെതായ ഒരു രീതിശാസ്ത്രമൊക്കെ നമ്മുടെ ശരീരഭാഷയിലൊക്കെ ഉണ്ടാകുന്നതെന്നല്ല. ഏതായാലും കൊള്ളാമൊന്നുമില്ല. ഞാൻ ചോദിച്ചു എന്താണ് വിഷയം. എന്നോട് പറഞ്ഞ മറുപടിയാണ് ശക്തിഭദ്രൻ സാറിൻ്റെ ആശ്ചര്യചൂടാണ്. ശക്തിഭദ്രൻ സാർ ഞാനൊന്ന് ഇരുത്തി മൂടി. അപ്പോൾ എന്നോട് പറഞ്ഞു അല്ല സാർ, ഞാൻ കോൺസെപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നതേ ഉള്ളൂ, സാറിന് എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു ഗുരുവായൂർ ശ്രീകൃഷ്ണൻ സാറിൻ്റെ ഗീതയും എഴുത്തച്ഛൻ സാറിൻ്റെ രാമായണവും പൂന്താനം സാറിൻ്റെ ജ്ഞാനപ്പാനയും ഒക്കെ ഒന്ന് പരിശോധിക്കരുതോ എന്ന്. ഞാൻ പറഞ്ഞത് കാലാതീതമായ ഒരു വ്യക്തിത്വത്തെ വർത്തമാനകാലവുമായി ബന്ധപ്പെടുത്തി അഭിസംബോധന ചെയ്തത് വഴി വിദ്യാസമ്പന്നനായ ഈ വ്യക്തി പരിഹാസ്യനാവുകയും അപഹാസ്യനാവുകയും മറ്റവരെ പരിഹസിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു ഏകദേശം. അവിടെ ഈ കലാരൂപങ്ങളെ അതിൻ്റെ തനിമ നിലനിർത്തി സചേതനമായി നിലനിർത്തി ചൈതന്യധന്യമായി അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യം. അതുകൊണ്ട് ഇവിടെ എത്ര പേർ കൂടി അത്രയും പേർ തന്നെ വളരെ ധാരാളം എന്നാണ് സത്യസന്ധമായി എൻ്റെ. ഇങ്ങനെയുള്ള നമ്മുടെ ചിന്തകളും
കാരണം ഇന്ന് ഇത്തരത്തിലാണ് സത്യഭദ്രൻ സാറിനെ അന്വേഷിച്ചു വരുന്ന ആൾക്കാരാണ്. കലാമണ്ഡലത്തിൽ എൻ്റെ 5 വർഷക്കാലത്ത് എനിക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്, മറിച്ചുള്ള അനുഭവങ്ങളും. രാമകുട്ടിയാശാനൊക്കെ കലാമണ്ഡലത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഞാനവിടെ ഉള്ളപ്പോൾ പോലും കലാമണ്ഡലം നിശ്ചലമായി അദ്ദേഹം എത്തി എന്ന് പറഞ്ഞ് വളരെ എഡിറ്റഡായി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാമകുട്ടിയാശാൻ അന്ന് 84 വയസ്സുണ്ട്. ഞാൻ ചോദിച്ചു, ആശാൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. കലാമണ്ഡലം മുഴുവൻ അതൊരു വൈഭവമാണ്, ഒരു കലാകാരനുണ്ടാകേണ്ട വൈഭവമാണ്. അത് കലയുമായി താതാത്മ്യം പ്രാപിച്ച് അനവധി വർഷങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന സവിശേഷമായ ഒരു സിദ്ധിയാണ്. ഇന്ന് അത്തരത്തിലുള്ള വൈഭവം എത്ര പേർക്കുണ്ട് എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചർച്ചകൾ, ഇതുപോലെയുള്ള എനിക്കൊരു അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കാനുള്ള സാധ്യത നമുക്ക് വളരെ കുറവാണ്. മക്കളിലൊന്ന്, കുടുംബാംഗങ്ങളില്ല. ചെങ്ങന്നൂരെ 5 പ്രസിദ്ധമായ ഇല്ലങ്ങളിൽ ഒരില്ലമായിരുന്നു. നമ്മുടെ നരസിംഹമൂർത്തിയെക്കുറിച്ച് തന്നെ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നതും ആലോചിക്കുന്നതും അങ്ങനെയുള്ള ചിന്താസമയത്ത് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന അപജയങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുന്നതൊക്കെ ഞാൻ ഒറ്റ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തിക്കുകയാണ്. പട്ടിക്കാൻവേണ്ടി രാവണ്യമേനോനാശൻ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് കവളപ്പാറ മൂപ്പൽ നായരുടെ കവളപ്പാറയിൽ വെച്ച് നടന്ന ഒരു കളി, ആ കളിയിൽ കവളപ്പാറ മൂപ്പൽ നായർ രാവണ്യനാശാനെ വളരെയധികം പ്രശംസിച്ചു. അതോടൊപ്പം തന്നെ തമ്പുരാൻ ഇഷ്ടപ്പെട്ടില്ല. 2 കൂട്ടരും ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി. അതോടൊപ്പം ഉണ്ടെങ്കിൽ കൊണ്ടു. ഒളപ്പം ഉണ്ടെങ്കിൽ മാസക്കളിയുണ്ട്. മാസക്കളിക്ക് ചെന്നപ്പോൾ അവിടെ ദുര്യോധനായിട്ടായിരുന്നു തോന്നുന്നു പട്ടിക്കാൻവേണ്ടി തേക്കാൻ കിടന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചുട്ടികുത്തി 3/4 ഭാഗമായപ്പോഴാണ് കുളപ്പമണയിലെ തമ്പുരാൻ പറഞ്ഞത്, പട്ടിക്കാൻവേണ്ടിക്ക് വിലക്കുണ്ട്, കളിക്കണ്ട. ഇവിടെ തന്നെ കാര്യസ്ഥൻ എന്ന് പറഞ്ഞു, തമ്പുരാൻ പറഞ്ഞ് വിലക്കൊണ്ട് കളിക്കണ്ട. ഇന്നാണ് എന്ത് സംഭവിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തമ്പുരാനോട് പറയുക, പട്ടിക്കാൻവേണ്ടി രാവണീദേവനല്ല ഇപ്പം ഇവിടെ, ഞാൻ ദുര്യോധനായി കഴിഞ്ഞു, ദുര്യോധനെ അദ്ദേഹം വിലക്കരുത് എന്ന് ചെന്ന് പറയണം. അപ്പോൾ അദ്ദേഹം ചെന്ന് പറഞ്ഞു. പക്ഷേ കുളപ്പമണയിലെ തമ്പുരാനൊരു വഴങ്ങിയില്ല. ദുര്യോധനായെങ്കിൽ പാട്ടും മേളവും കൊടുക്കണ്ട, തന്നെ അടിക്കോട്ടെ എന്നായിരുന്നു കൽപ്പന. പട്ടിക്കാൻവേണ്ടി ചെയ്തത് എന്താണെന്നറിയാം. അദ്ദേഹം ആ ചുറ്റിക്കുത്തുന്നതിൻ്റെ ഒരു വിളക്കെടുത്ത് അതിൻ്റെ പുറകുവശത്തെ ഒരു മാവിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ച് അദ്ദേഹത്തിൻ്റെ പദം മുഴുവൻ സ്വയം മനസ്സിൽ പറഞ്ഞാടി നമസ്കരിച്ച് വിളക്ക് തിരിച്ചുകൊണ്ടുവന്നു, ചുട്ടിയായി തിരിച്ചുപോയി. ഇന്നാണേലും ഇതെന്ത് സംഭവിക്കും? അപ്പം അതാണ് കമ്മിറ്റ്മെൻറ്റ്. അതുകൊണ്ടാണ് പട്ടിക്കാൻവേണ്ടിയുടെ കാര്യം നമ്മൾ എന്നും പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് മഹാരഥന്മാരിലൂടെ കൈമാറി വന്ന ഒരു വലിയ സങ്കേതത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് നമ്മുടെ ഭാഗ്യം. ഇങ്ങനെ ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ അവിടെ എന്നെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം, ഈ ശക്തിഭദ്രൻ സാറിനെ അന്വേഷിച്ച് വന്നതുപോലുള്ള തലമുറയിൽപ്പെട്ട കുട്ടികളാണ്. അവർക്കിതൊരു വിഷയമല്ല. അവർക്ക് എന്തിനെങ്കിലും PhD കിട്ടണം, MPhil കിട്ടണം, അതിനുശേഷം അവരെന്തൊക്കെയോ ഉദ്ദേശിക്കുന്നതൊക്കെ കലയ്ക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ചിന്ത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺസൾട്ടൻസാണ്, കലാകാരന്മാരല്ല ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃഷ്ണൻ നായരാശാൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കുന്നു. കൃഷ്ണൻ നായരാശാൻ വിജ്ഞാന കലാവേദിയിൽ ക്ലാസ് എടുക്കാറുണ്ട്. ആദ്യത്തെ ശനിയും ഞായറും ലൂബാ ഷീൽഡ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് വനിത വിജ്ഞാന കലാവേദി എന്ന് പറയുന്നൊരു സ്ഥാപനം നടത്തി.
മങ്കപ്പാശാനൊക്കെ അവിടെ സ്ഥിരം വരികയും അപ്പോൾ കൃഷ്ണൻ നായകാശാൻ വിജ്ഞാന കലാവേദിയിൽ വന്നാൽ ഈ പറഞ്ഞതുപോലെ സൈലൻസ്, പിന്നെ ഒന്നുമില്ല. അദ്ദേഹം മറ്റൊരു കെട്ടിടത്തിലായിരിക്കും, പക്ഷെ അപ്പോഴും ഇപ്പുറത്തുള്ളവർ പറയും ആശാൻ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സൈലൻസ്, ഒരു ആദരം, ഒരു ബഹുമാനം, ഒരു വ്യക്തി അതൊരു സ്രോതസ്സായി അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഈ രൂപാക്ഷികൾ ഒരിക്കലും ആശാന്റെ നേരെ കളിക്കില്ല, വളരെ ബഹുമാനത്തോടുകൂടി ഇരിക്കത്തേ ഉള്ളൂ. ആശാന്റെ ആത്മകഥയിൽ ഏറ്റവും കൂടുതൽ പ്രശംസിച്ചെഴുതിയിരിക്കുന്നതും രൂപാക്ഷികളാണ്. രൂപ മാഡം എന്നോട് പറഞ്ഞു, അവരുടെ ഒരു സുഹൃത്ത് മദ്രാസിൽ നിന്നും വന്നിട്ടുണ്ട് ആശാനെ ഒന്ന് കാണാനാണ്. അവരവിടുത്തെ ഒരു വലിയ നർത്തകിയാണ്, പേരെടുത്തൊരു നർത്തകി. അപ്പോൾ അത് ആശാനോടൊന്നും പറയാം. ആശാനൊരു ഹാഫ് കൈ ബനിയനും ഒക്കെ ഇട്ട് ഉച്ചയ്ക്ക് ഊണമൊക്കെ കഴിഞ്ഞ് വെറ്റയെടുത്ത് മുറുക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്ന സമയത്താണ് ഞാൻ പറഞ്ഞു ആശാനെ, ഞാനും വളരെ ബഹുമാനത്തോടുകൂടി വിനയത്തോടുകൂടി പറഞ്ഞു ആശാനെ കാണാം. അപ്പോൾ ആശാൻ ഇവിടെ ഓരോരുത്തരെയും കൊണ്ടുവരും, ഓരോരുത്തർക്കും മലയാളം അറിയാമോളൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല, ചോദിക്കാം. വരാൻ പറ. ആശാൻ ഇങ്ങനെ കാലൊക്കെ എടുത്ത് വീട്ടിൽ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ വരാൻ പറഞ്ഞു എന്ന് രൂപ മാഡത്തിനോട് പറഞ്ഞപ്പോൾ തന്നെ അതേതോ ഒരു വലിയ അനുഗ്രഹമായി അവർ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്ത്രീയെ മുന്നിലേക്ക് ആനയിച്ചു. അവരൊരു സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ആശാന്റെ മുന്നിലത്തെ കസേരയിൽ വന്നിരുന്നു. കൂളിംഗ് ഗ്ലാസ് മുകളിലോട്ട് ഉയർത്തി കാലും വെച്ച് അവിടെ ഇരുന്നു. അപ്പം ആശാൻ എന്നെ ഒന്ന് നോക്കി, എന്താണോ ഈ കുട്ടിക്ക് വേണ്ടേ എന്ന് ചോദിച്ചു. എനിക്കും ആ ഇരിപ്പും ആ ഒരു രീതിയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പന്തിയാകുന്നില്ല. ആശാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയില്ല. അതുകൊണ്ട് ഞാൻ പതുക്കെ അവരോട് ചെന്ന് അടുത്തിയെന്ന് ചോദിച്ചു, എന്താണ്? ഐ വുഡ് ലൈക്ക് ടു സീ ഹിസ് നവരസ. യേശുദാസിനെ നമ്മളൊന്ന് കാണുമ്പോൾ എന്താ ഒരു കച്ചേരി ഒന്ന് നടത്തിയ കേൾക്കട്ടെന്ന് പറയുന്ന പോലെ ആയിരുന്നു. എനിക്കത് അദ്ദേഹത്തോട് പറയാൻ ഭയമാണ്. അയാൾ ചോദിച്ചു, എന്താണോ അവർ പറഞ്ഞേ? ഞാൻ ഒന്നുമില്ല, ആശാനെ കാണാൻ വന്നു. അങ്ങനെയല്ലല്ലോ, മറ്റെന്തോ അവർ പറഞ്ഞല്ലോ, താനെന്താണോ ഒളിക്കുന്നേ? ഞാൻ ഒന്നുമില്ല, ആശാന്റെ നവരസം കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞു, നവരസം കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നു, അത് പറയണു. ആശാൻ കാലൊക്കെ ഇങ്ങോട്ട് മാറ്റി വെറ്റ പിടിക്കണു പിടിച്ചു. കുട്ടി ഇങ്ങോട്ട് നോക്കുക, ഒരു ശൃംഗാരം. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ കാലം വീടിൽ നിന്ന് താഴെ ഇറക്കി. അത് കഴിഞ്ഞപ്പോൾ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് കണ്ണാടി താഴെ വെച്ചു. ആശാനെ വിടുന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ അവർ താഴെ നോക്കി. അത് കഴിഞ്ഞപ്പോൾ അവർ എന്നെ നോക്കിയിട്ടുണ്ട് അടുത്ത് വരാൻ പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിൻ്റെ പാദം തൊട്ട് നമസ്കരിക്കണം എന്ന്. അപ്പം ആശാനെന്ന് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചെന്ന് ആശാന്റെ അടുത്ത് പറഞ്ഞു, ആശാനെ നടന്നിട്ട് പറഞ്ഞു, എന്തോന്നാണ് താൻ കണ്ടില്ലേ? ഞങ്ങൾ അവർക്ക് പാദം തൊട്ട് നമസ്കരിക്കണം. അത് ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ, അവർക്ക് നമുക്ക് എഡിറ്റഡ് അല്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ ഇവരുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ ഉണ്ടാകാറുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമാണ്. മങ്കപ്പാശാനുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കലാപരമായി ഇതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതി, അദ്ദേഹത്തിൻ്റെ ആ നടപ്പും ആ ചൈതന്യവും. മടവൂരാശാനെ അദ്ദേഹത്തെ കണ്ട ചേട്ടനും അനിയനുമാണ്. ഇതൊക്കെയാണ് ഒരിക്കലൊരു എൻ്റെ വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരെയാണ് എന്ന് അറിയാൻ ഇടയായ സാഹചര്യത്തിൻ്റെ ഒരു ഇതിലാണ് ഇവിടെ ഇരിക്കുന്നത്. അത് ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ ആഴ്ചയാണ്. ആ ഒരു കുറ്റബോധമുണ്ട്. ആയിക്കോട്ടെ, ഏതായാലും ഈ ഒരു പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. സത്യസന്ധമായി ഞാൻ പറയുകയാണ്, വളരെ സന്തോഷം. അതിൽ ആസ്വാദകനും സംഘാടകനും ആണ്. അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല, നല്ല സംഘാടകനാണെന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ചാക്യാരന്മാരുടെ ഇതുണ്ടല്ലോ, ആ സ്ഥലത്തിന് പേരെന്താ? മൂഴിക്കുളത്തെയാണ് സ്ഥിരം വരാറുണ്ടായത്. ഏതായാലും ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചൊല്ലുന്നു. നന്ദി, നമസ്കാരം. ഇന്ദ്രർഷവാദ്രവിണേനോ ദദാതു